അപ്പോൾ അതിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ദൈവമില്ല എന്ന് തോന്നും. നമ്മുടെ കഷ്ടപ്പാടുകളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് അത് വരുന്നതാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മതവിശ്വാസമുണ്ട്, എൻ്റേതായിട്ടുള്ള കുറേ പ്രാർത്ഥന ചിട്ടകളുണ്ട്. അതൊക്കെ ഞാൻ കളഞ്ഞു കുളിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ പ്രതി അത് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളത് നമ്മുടെ മനസ്സിന് തൃപ്തി കിട്ടുന്ന രീതിയിൽ നമ്മളത് ചെയ്യുക. അതേ അതിനുള്ളൊരു മാർഗമുള്ളൂ. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് സക്സസ് ആകുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു സങ്കടവും ഒരു വിഷമമൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വീടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിനെ ആശ്രയിക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരുണ്ടോ? ചുരുക്കം ചിലരൊക്കെ ഉണ്ടാകും കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഭൂരിഭാഗം പേരും ഈ ഭൂമിയിൽ എത്രയോ ആൾക്കാർ ജനിച്ചു മരിച്ചു പോയിരിക്കുന്നു. അവരൊക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ ആദ്യമേ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്കുള്ള സമയം കണ്ടെത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് തങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പം അവരുടെ ആവശ്യങ്ങൾക്കാണ് പ്രിയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ. നാം എന്നൊരു വ്യക്തി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങളതിനെക്കുറിച്ച് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിനെ കുറിച്ചൊരു വേദനയൊക്കെ മാറി കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഞാനിത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, നമ്മുടെ ഇക്കാലത്തെ ചെയ്തികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില ജീവിതങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ, അല്ലെങ്കിൽ അവർ കാണിച്ചു കൂട്ടുന്ന കുറേ നാടകങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തിനോട് പോലും ചിലപ്പം ഒരു നിന്ദ തോന്നിപ്പോകും. സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. പക്ഷെ ദൈവമില്ല എന്നോ ദൈവവിശ്വാസം വേണ്ട എന്നോ ഞാൻ ഒരിക്കലും പറയില്ല, ആരോടും പറയില്ല. ദൈവം എന്നൊരു സങ്കല്പം, അല്ലെങ്കിൽ ദൈവം എന്നൊരു ശക്തി ഇല്ലായിരുന്നു എങ്കിലും നമ്മൾ ഈ ഭൂമിയിലില്ല. അതുള്ളത് കൊണ്ട് തന്നെയാണ് നാം ഇന്നും ജീവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആയതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളുള്ളവർ അത് മനസ്സിൽ നിന്ന് മായ്ക്കുക. കാരണം നമ്മുടെ വിഷമതകളുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് ആ ചിന്തകൾ. താങ്ക് യു.